ആപ്പിൾ ഐഫോൺ 16 അവതരിപ്പിച്ചു. എ ലൈനപ്പിന് പകരം ഒരു പുതിയ ആശയം കൊണ്ടുവന്നു. സ്റ്റാൻഡേർഡ് ഐഫോൺ 16 അടുത്ത് വെല്ലുന്ന ഒരു ഉപകരണം സൃഷ്ടിക്കുന്നതിന് പരിചിതവും പുതിയതുമായ സവിശേഷതകൾ ഇത് സംയോജിപ്പിക്കുന്നു. അത് പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. 16 മികച്ച മൂല്യമാണോ? ഈ ലേഖനത്തിൽ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 16നേക്കാൾ ഐഫോൺ 16 എങ്ങനെ മികച്ചതാണെന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് ഐഫോണുകളും പരസ്പരം എത്രത്തോളം വ്യത്യസ്തമാണെന്ന് കണ്ടെത്താൻ. ആദ്യം തന്നെ നമുക്ക് 16യുടെ വില ഒന്ന് നോക്കാം. 128 GB വേരിയന്റാണ് സ്റ്റാർട്ടിംഗ്. ഇതിന് 59,900 രൂപയിൽ തുടങ്ങുന്നു. 256 GB വേരിയന്റിന് ഇതിനേക്കാൾ 10,000 രൂപ കൂടുതലാണ്. അതായത് 69,900 രൂപ. 89,900 രൂപയാണ് ടോപ്പ് സ്റ്റോറേജ് വേരിയന്റിന്റെ വില. 512 GB യാണ് ഇത്. ഐഫോൺ 16നെ അപേക്ഷിച്ചു 16യുടെ വില കുറവാണ്. ഐഫോൺ 16 ബ്ലാക്ക്, വൈറ്റ് ഈ രണ്ട് കളർ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ 16ൽ അൾട്രാമറൈൻ, ടീൽ, പിങ്ക്, വൈറ്റ്, ബ്ലാക്ക് എന്നീ 5 കളറിൽ ലഭ്യമാണ്. 16യുടെ ഭാരം നോക്കുമ്പോൾ 16നേക്കാളും 3 ഗ്രാം കുറവാണ്. അതായത് 16ൽ 170 ഗ്രാം ഉള്ളപ്പോൾ പുതിയ മോഡലായ 16ൽ വെറും 167 ഗ്രാം മാത്രമേയുള്ളൂ. അതുപോലെ തന്നെ രണ്ട് ഫോണും IP68 റേറ്റിംഗും വരുന്നുണ്ട്. ഐഫോൺ 14ൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഐഫോൺ 16 നിർമ്മിച്ചിരിക്കുന്നത്. ബ്രാൻഡിംഗ് പിൻവലിച്ച് പുതിയൊരു പേര് അവതരിപ്പിച്ചിരിക്കുന്നു. മുന്നിൽ നിന്ന് നോക്കിയാൽ ഐഫോൺ 14നോട് വളരെ സാമ്യമുള്ളതാണ് ഡിസൈൻ. പിന്നിൽ പരിഷ്കരിച്ച ക്യാമറ ബമ്പ് ഉണ്ട്. മറ്റ് മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഐഫോൺ 16ൽ അൾട്രാ വൈഡ് ക്യാമറ ഇല്ല. LED ഫ്ലാഷുള്ള ഒരൊറ്റ പ്രധാന ലെൻസ് മാത്രമേ ഇതിലുള്ളൂ. മുൻവശത്ത് പരമ്പരാഗത നോച്ച് ലേഔട്ട് നിലനിർത്തുന്നു. അതേസമയം ഐഫോൺ 16 ഡൈനാമിക് ഐലൻഡ് സ്വീകരിക്കുന്നു. സെൽഫി ക്യാമറയും പേസ് ID സെൻസറുകളും ഒരു പിൽ ആകൃതിയിലുള്ള കട്ടൌട്ടിനുള്ളിൽ സംയോജിപ്പിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ വ്യത്യാസം ഐഫോൺ 16ൽ ക്യാമറ കൺട്രോൾ ബട്ടൺ ഇല്ല എന്നതാണ്. ഇത് ഐഫോൺ 16ൽ ലഭ്യമാണ്. എന്നിരുന്നാലും രണ്ട് മോഡലുകളിലും ആക്ഷൻ ബട്ടൺ ഉൾപ്പെടുന്നു. കൂടാതെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് പോർട്ട് ഉപയോഗിക്കുന്നു. വലുപ്പത്തിന്റെയും ഭാരത്തിന്റെയും കാര്യത്തിൽ അവ ഏതാണ്ട് സമാനമാണ്. ഐഫോൺ 16ന് 0.1 മില്ലിമീറ്റർ വീതിയും 3 ഗ്രാം അധിക ഭാരവുമുണ്ട്. ദൈനംദിന ഉപയോഗത്തിൽ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയില്ല. ഐഫോൺ 16 ആയാലും 16e ആയാലും ഡിസ്പ്ലേ സൈസ് ഒരുപോലെയാണ്. 6.1 ഇഞ്ച് വലിപ്പമുള്ള 60 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള സ്ക്രീനുകളാണ് രണ്ട് മോഡലുകളിലും ഉള്ളത്. എന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16ലെ പോലെയുള്ള ഡൈനാമിക് ഐലൻഡ് ഫീച്ചർ 16ൽ ഇല്ലെന്ന് ഓർക്കുക. 16ൽ 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഉള്ളത്. പക്ഷേ 16ലേക്ക് പോകുമ്പോൾ അത് 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടെന്നും കൂടി ഓർക്കുക. ചുരുക്കി പറഞ്ഞാൽ ഐഫോൺ 14ന്റെ അതേ സ്പെസിഫിക്കേഷനുകളുള്ള ഒരു OLED ഡിസ്പ്ലേയാണ് ഐഫോൺ 16ൽ ഉള്ളത്. പ്രോ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ഫോണുകളും 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് നിലനിർത്തുന്നു. എന്നിരുന്നാലും ഇവിടെ ഒരു വ്യത്യാസം ഐഫോൺ 16ന് 16യേക്കാൾ ഉയർന്ന പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് എന്നതാണ്. ഐഫോൺ 16ൽ കണ്ട അതേ A18 ബയോണിക് പ്രോസസ്സറാണ് 16ലും ഉള്ളത്. ഐഫോൺ 16e സ്റ്റാൻഡേർഡ് ഐഫോൺ 16 ലൈനപ്പിന്റെ അതേ സിലിക്കണിലാണ് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും 16ലെ ഗ്രാഫിക്സ് ചിപ്പിന് 16നെ അപേക്ഷിച്ച് ഒരു കോർ കുറവാണ്. ഇതിനു പുറമെ രണ്ട് ഫോണുകളും ആപ്പിൾ A18 ചിപ്സെറ്റ് പങ്കിടുന്നു. അതായത് അവയുടെ പ്രകടനം ഏതാണ്ട് ഒരുപോലെയായിരിക്കണം. സുഗമമായ പ്രകടനവും ആപ്പിൾ ഇന്റലിജൻസ് സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നതിനായി സ്റ്റാൻഡേർഡ് ഐഫോൺ 16മായി പൊരുത്തപ്പെടുന്ന 8 GB റാമും ആപ്പിൾ 16ൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഐഫോൺ 16ൽ കാണുന്ന അതേ 48 മെഗാപിക്സൽ പ്രധാന ക്യാമറയാണ് ആപ്പിൾ ഐഫോൺ 16ലും പിൻഭാഗത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്.